സമസ്തയിലെ ലീഗ് വിരുദ്ധരെയും അനുകൂലികളെയും പങ്കെടുപ്പിച്ച് നടത്താനിരുന്ന ചർച്ച ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. സമസ്ത നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും മുൻകൈയെടുത്തുകൊണ്ട് നടത്താനിരുന്ന സമവായ ചർച്ചയാണ് ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ലെന്ന സൂചനയെ തുടർന്ന് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാൻ ലീഗ് വിരുദ്ധ വിഭാഗം ആലോചിക്കുന്നുവെന്നതാണ് നിലവിലെ സൂചന. നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി. ചർച്ച പ്രഹസനമാണെന്നും ചർച്ചയിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് പരാതിയുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട്. സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സമാന്തര സംഘടനയെ ഉണ്ടാക്കിയത് അച്ചടക്ക ലംഘനമാണ് എന്നതാണ് ലീഗ് വിരുദ്ധരുടെ വാദം. അതുകൊണ്ട് തന്നെ 11-ാം തീയതി ചേരുന്ന സമസ്ത മുശാവറയിൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് തിരക്കിട്ട ചർച്ചയെന്നതാണ് ഇവർ പറയുന്നത്. ആദർശ സംരക്ഷണ സമിതി പിരിച്ചുവിട്ടുകൊണ്ട് സമസ്ത നേതാക്കൾ എന്ന നിലയിൽ ചർച്ചയ്ക്ക് എത്തണമെന്നും ലീഗ് വിരുദ്ധപക്ഷം പറയുന്നുണ്ട്. അതിനിടെ ലീഗ് അനുകൂലികൾ പാണക്കാട് സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ചയും നടത്തി. പാണക്കാട് നടന്ന ചർച്ചയിൽ പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കാട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, യു ഷാഫി ഹാജി തുടങ്ങിയവർ പാണക്കാട്ടെത്തിയിരുന്നു. സമവായ ചർച്ച ഇന്ന് തന്നെ നടക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി തങ്ങൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ചർച്ചയുണ്ടാവുമെന്ന് തന്നെയാണ് ജിഫ്രി തങ്ങൾ അറിയിച്ചതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ലീഗല്ല യോഗം വിളിച്ചതെന്നും സമസ്ത നേതൃത്വം കൂടി ഇടപെട്ടാണ് യോഗം വിളിച്ചതെന്നും ഏത് സംഘടനയാണെങ്കിലും നേതൃത്വം വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും സാദിഖലി തങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മലപ്പുറത്താണ് സമവായ ചർച്ച നടക്കാനൊരുങ്ങുന്നത്. സമസ്തയിലെ ലീഗിലെയും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരി വിഭാഗം നേതാക്കൾ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചർച്ച നടത്താനാണ് സമസ്ത ലീഗ് നേതൃത്വത്തിന്റെ നിലവിലെ ആലോചന. ഉമർ ഫൈസി, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികളുടെ ഒരു വിഭാഗം നേതാക്കളുടെയും പരസ്യ പ്രസ്താവനകൾ, ലീഗ് നേതാക്കളായ PMA സലാം, KM ഷാജി എന്നിവരുടെ പ്രതികരണങ്ങൾ, തർക്കം രൂക്ഷമാക്കിയ CIC വിഷയവുമെല്ലാം തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പരിഹാരം കണ്ടെത്തുക എന്നതാണ് സമവായ ചർച്ചയുടെ ലക്ഷ്യം. സമസ്ത ലീഗ് തർക്കത്തിന്റെ ഭാഗമായി നേരത്തെയും പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ശാശ്വത പരിഹാരം സാധ്യമായിരുന്നില്ല. തർക്കം സമസ്തയ്ക്കകത്ത് തന്നെ ചേരികൾ സൃഷ്ടിക്കുകയും പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെയാണ് സമസ്ത ലീഗ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് തർക്ക പരിഹാര നീക്കങ്ങൾ ആരംഭിച്ചത്. അതേസമയം തന്നെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധരാണ് എങ്കിലും ലീഗ് വിരുദ്ധ മറുവിഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനും സാധ്യതയുണ്ട്. സാങ്കേതികമായ കാരണങ്ങളാണ് ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഉമർ ഫൈസി മുഖത്തിന്റെ പ്രസ്താവനയെ സമസ്ത നേതൃത്വം തള്ളിപ്പറഞ്ഞത് മാത്രമാണ് ലീഗിന് ആശ്വാസം പകരുന്ന ഏക കാര്യം. ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടിയില്ല എങ്കിൽ സമസ്ത പുലർത്താനും മടിക്കില്ല എന്ന വികാരം തന്നെയാണ് ലീഗിന് ഇപ്പോഴുമുള്ളത്. 40 അംഗ സമസ്ത മുശാവറയിലെ ബഹുഭൂരിപക്ഷം ലീഗിനെയും അനുകൂലിക്കുന്നവരാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ സമീപകാലത്തെ പല നടപടികളിലും സമസ്തയ്ക്കും എതിർപ്പുണ്ട്. സമസ്തയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ സംഘടനയ്ക്ക് ശക്തമായ എതിർപ്പുമുണ്ട്. ലീഗ് അധ്യക്ഷൻ പാണക്കാട് തങ്ങളുടെ മുൻകൈയിലാണ് ഹക്കീം ഫൈസിയെ വീണ്ടും CIC തലപ്പത്തേക്ക് അവരോധിച്ചത്. ഇത് സമസ്തയെ അവഹേളിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് സംഘടനയ്ക്കുള്ളിലെ വികാരം. ലീഗ് ജനറൽ സെക്രട്ടറിയായ PMA സലാം, സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചതിലും സമസ്ത നേതാക്കൾക്ക് അനിഷ്ടമുണ്ട്. മുജാഹിദ് വിഭാഗക്കാരനായ PMA സലാം സമസ്തയുടെ ആശയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ് നേതൃത്വത്തെ നിരന്തരം വിമർശിക്കുന്നത് എന്നതാണ് ആക്ഷേപം. സലാമിനെ ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നിലപാട് മുൻപേ വെളിച്ചത്ത് വന്നതാണ്. ബുധനാഴ്ച ചേരുന്ന സമസ്ത കേന്ദ്ര മുശാവറ യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യപ്രഖ്യാപനം നടത്താനാണ് നിലവിലെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രമ്യതയിലായിരുന്ന സമസ്ത ലീഗ് തർക്കം മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം ലീഗ് സംസ്ഥാന അധ്യക്ഷനും ആത്മീയ നേതാവുമായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിച്ചതോടെ വീണ്ടും വഷളാവുകയായിരുന്നു. ലീഗ് സമ്മർദ്ദം ചെലുത്തിയതോടെ ഉമർ ഫൈസി മുഖത്തോട് വിശദീകരണം തേടിയെങ്കിലും അദ്ദേഹത്തിന് എതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കാൻ പോലും സമസ്ത നേതൃത്വം തയ്യാറായിട്ടുമില്ല.